ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച ഉടമകളെ പാഠം പഠിപ്പിക്കാൻ ഗതാഗത വകുപ്പ് ഇറക്കിയ പുതിയ വാഹനങ്ങളാണിത്. പുതിയ കാറും 2 ഇരുചക്ര വാഹനങ്ങളും പഴയൊരു ബസ്സും. ഇതിൽ ഉടൻ പഠിച്ചു തുടങ്ങാം. ഹെവി വാഹനം, കാർ എന്നിവ പഠിക്കാൻ 9,000 രൂപ, ഇരുചക്ര വാഹനത്തിന് 3,500. കാറും ബൈക്കും ഒന്നിച്ചു പഠിക്കാൻ 11,000 രൂപ മാത്രമേ ഉള്ളൂ. പട്ടികജാതി വിദ്യാർത്ഥികളെ സൗജന്യമായി പഠിപ്പിക്കുന്നതും സർക്കാരിന്റെ ആലോചനയിലാണ്. എന്ത് പരിഷ്കാരം കൊണ്ടുവന്നാലും ചിലർ അഭിപ്രായം പറയും. ആ അഭിപ്രായങ്ങൾക്കെല്ലാം ചെവി കൊടുത്താൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ചില കാര്യങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരും. സർക്കാരിനെ ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ വെല്ലുവിളിച്ചതുകൊണ്ടാണ് KSRTC സ്വന്തം നിലയിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചത്. KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിന്റെ സവിശേഷതകൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി ഉടക്കി നിൽക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും വിമർശിച്ചു. നമ്മുടെ റോഡിന്റെ പരിസ്ഥിതികൾക്ക് അനുസൃതമായി സുരക്ഷയോടെ വാഹനം ഓടിക്കുക എന്നത്, ഇത് പഠിപ്പിക്കാൻ കഴിയുന്നത് ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾക്കാണ്. പലപ്പോഴും അവിടങ്ങളിൽ നിന്നും ഇതുണ്ടാകുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. പരിശീലനത്തിനായി ചേരുന്ന ഒരാൾക്ക് എങ്ങനെയെങ്കിലും ലൈസൻസ് എടുത്തു കൊടുക്കുക എന്നത് മാത്രമല്ല ഡ്രൈവിംഗ് പരിശീലന സ്ഥാപനങ്ങളുടെ ചുമതല. സംസ്ഥാനത്തുടനീളം 23 KSRTC ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നത്. ഇതിൽ 14 ഉടൻ ആരംഭിക്കും. ആദ്യ അഡ്മിഷൻ വിതരണവും നടന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.